السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ്. ഇന്നത്തെ ദിവസം പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച, കഴിഞ്ഞ ഇതേ ദിവസം വെള്ളിയാഴ്ച പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലായിരുന്നു നമ്മൾ. ഇന്ന് ഞാൻ നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങള്, അതിന്റെ പോരിശകള് ഞാൻ മുൻകഴിഞ്ഞ മജ്ലിസുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ ദിവസത്തില് ആരെങ്കിലും ഈ സ്വലാത്ത് ഒരു 11 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ വെറും 3 വരിയല്ല, ഈ അത്ഭുതകരമായിട്ടുള്ള ഈ സ്വലാത്ത് ആരെങ്കിലും 11 പ്രാവശ്യം ചൊല്ലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവക്കൽ ചെയ്തുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ അവന്റെ ഉദ്ദേശങ്ങള്, അവന്റെ മുറാദുകള് പടച്ച റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുറാദ് നടന്നിരിക്കും. ആ ഉദ്ദേശം അവനക്ക് പൂവണിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100 പ്രാവശ്യം മനാമിൽ കണ്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു നമ്മളൊക്കെ 1 പ്രാവശ്യം കാണാൻ കൊതിക്കുകയാണ്. മഹാനവറുകൾ 100 പ്രാവശ്യമാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. കണ്ടവരുണ്ടാവും നമ്മളെ മജ്ലിസ് കാണുന്നവരിൽ. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ കാണാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. കാണാത്തവർക്ക് കാണാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. കണ്ടവരെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയായിരുന്നു അവിടുത്തെ പൊന്നാര മുഖഭാവം? ആ കവിളെങ്ങനെയായിരുന്നു? ചുണ്ടെങ്ങനെയായിരുന്നു? മൂക്കെങ്ങനെയായിരുന്നു? നെറ്റിത്തടം എങ്ങനെയായിരുന്നു? ചെവി എങ്ങനെയായിരുന്നു? നമുക്ക് ചോദിക്കാൻ ധാരാളമുണ്ട്. പക്ഷേ അവർക്കതൊന്നും പറയാൻ കഴിയൂല. എന്റെ മുത്തഖ്മിനീങ്ങളെ, ചോദിച്ചവരോട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അവർ എന്തോ ഒരു ലോകത്തായിരിക്കും, എങ്ങോട്ട് നോക്കണമെന്നറിയില്ല. അതല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഏറ്റവും മഹത്താക്കപ്പെട്ട ഒരു കാര്യം എന്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പോൾ, അങ്ങയുടെ മുഖം ഇങ്ങനെ കണ്ടിരിക്കലാണ് എനിക്ക് ഏറ്റവും മഹത്താക്കപ്പെട്ട ഒരു അമല്. ഞാൻ എപ്പോഴും ചെയ്യാനും കൊതിക്കുന്നത് എന്താണ്? അങ്ങയുടെ മുഖം, അതിങ്ങനെ നോക്കിയിരിക്കാൻ. സ്വഹാബത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. കൂടുതലും എത്ര കണ്ടാലും കൊതിക്കാത്ത ആ മുഖഭാവങ്ങള്. അല്ലാഹുവേ, മനാമിൽ ഞങ്ങളെ നീ കാണിക്കണേ അല്ലാഹ്, നീ കാണിക്കണേ അല്ലാഹ്, നീ കാണിക്കണേ തമ്പുരാനെ.
അവിടുത്തെ ഭൂമേനി ഒന്ന് ദർശിക്കാൻ. അല്ലാഹുവേ, നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് 100 പ്രാവശ്യമാണ് മുത്തുനബിയെ മനാമിൽ കണ്ടത്. 100ാമത്തെ പ്രാവശ്യം മുത്തുനബിയെ മനാമിൽ കണ്ട സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, ഞാൻ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാറുണ്ട് നബിയെ, അങ്ങയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട്, എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും അഫ്ളലാക്കപ്പെട്ട സ്വലാത്ത് ഏതാണ്? അയ്യ സ്വലാത്തി അഫ്ളലു അലൈക യാ റസൂലല്ലാഹ്. ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയാണ്, ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട്, എന്നാലും ഇതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള സ്വലാത്ത് ഏതാണ്? അത് മഹാന്മാരായ പണ്ഡിതന്മാരിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാ ആയിട്ട് അഭിപ്രായപ്പെട്ടത് സ്വലാത്തുൽ ഇബ്രാഹിമിയാണ്. അതും മഹാനവറുകൾ ചൊല്ലുന്നതായിരിക്കും. സ്വലാത്തുൽ ഇബ്രാഹിമിയാണ്, എന്നാലും അതൊക്കെ ഞാൻ ചൊല്ലുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഇതൊക്കെ ചൊല്ലുന്ന സ്വലാത്തായിരിക്കാം. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല ഹബീബായ തങ്ങൾ 100ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ചോദിച്ചത്, അയ്യ സ്വലാത്തി അഫ്ളലു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയെ, അങ്ങയുടെ പേരിൽ ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട്, അതിൽ ഏറ്റവും മഹത്താക്കപ്പെട്ട സ്വലാത്ത് ഏതാണ്? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്ത അത്ഭുത സ്വലാത്ത്. ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കൊണ്ട് മുത്തുനബി മനാമിൽ പറഞ്ഞു കൊടുത്ത സ്വലാത്താണ്, അത് വെറുതാവോ? മുത്തുനബിയോട് ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണ്? അപ്പൊ മുത്തുനബി മനാമിൽ ഇങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത, പകർന്നു കൊടുത്ത സ്വലാത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. 100 പ്രാവശ്യം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയെ മനാമിൽ കണ്ടതാണ്. 100ാമത്തെ പ്രാവശ്യം അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന്റെ പോരിശ് എത്രയാണ് ഈ സ്വലാത്തിന്റെ? ആരും മറന്നു പോകരുത്, വിട്ടുപോകരുത്, ആരും വിട്ടുപോകരുത്, ആരും എന്റെ മുത്തുമിനീങ്ങളെ മറന്നു പോകരുത്. ഏത് സമയത്തും ഇന്ന് ചെയ്യാം. വെള്ളിയാഴ്ച ദിവസമാണ്, ചൊവ്വാലിലെ ആദ്യ വെള്ളിയാഴ്ച മഹത്വമേറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് സമയത്തും നിങ്ങൾ എപ്പോഴാണ് മജ്‌ലിസ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ചൊല്ലാം. എപ്പോഴാണോ നിങ്ങളെ മുന്നിലെത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ചൊല്ലാം. ചൊല്ലിക്കഴിഞ്ഞുകൊണ്ട് അത് നിങ്ങളാൽ കഴിയുന്ന ആളുകൾക്ക് അത് പകർന്നു കൊടുക്കണേ. കാരണം നിങ്ങളെ കാരണത്താൽ ഒരു ഫാത്തിമ, ഖദീജ, മുഹമ്മദ്, അഷ്റഫ് അവരെ കയ്യിലേക്കാണ് ഇത് എത്തുന്നത്, ഈ മജ്‌ലിസ് എത്തുന്നത്. അവര് കണ്ട് ഞാൻ മാത്രം ചൊല്ലിയാ മതി എന്ന് വെച്ച് അടക്കി വെച്ചാൽ അവിടെ കഴിഞ്ഞു മുത്തുമിനീങ്ങളെ. അവര് വിചാരിക്കുകയാണ് മറ്റുള്ളവരും ചൊല്ലട്ടെ, മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരും ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തിന്റെ മഹത്വം എത്രയാണ്? ഉത്തരം ഏറും, അതിന്റെ ശ്രേഷ്ഠതയേറും, അതിന്റെ ഫളാഇൽ ശ്രേഷ്ഠതകൾ ഏറും. എന്റെ മുത്തുമിനീങ്ങളെ, നിങ്ങൾ എന്താവശ്യത്തിനാണോ ചൊല്ലുന്നത് ആവശ്യം എത്രയും പെട്ടെന്ന് നിറവേറും. ഈ സ്വലാത്ത് ചൊല്ലി, ഈ സ്വലാത്ത് ഹബീബായ തങ്ങളെ പേരിൽ ാണ് നമ്മൾ ചൊല്ലുന്നത്. അവിടത്തേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തും ചോദിച്ചോളി, അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട അത്ഭുത സ്വലാത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിചയപ്പെടുത്തിയ സ്വലാത്ത്, അവിടുത്തെ മനാമിൽ മുത്തുനബി പറഞ്ഞു കൊടുത്ത സ്വലാത്ത് പായാക്കണോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. അത്രയും അത്ഭുതകരമായ സ്വലാത്താണ്. അതുകൊണ്ട് എന്റെ സയ്യിദിയ മജ്‌ലിസ് കാണുന്ന മുത്തുമിനീങ്ങളെ നിങ്ങൾ ഒഴിവാക്കരുത്, ഒരിക്കലും പായാക്കരുത്. ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ
പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്‌ലിസിലേക്ക് സ്ഥിരമായി വിളിക്കുന്നത്. പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ, വേവലാതികൾ, ധാരാളം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, പൈശാചിക മേഖലകളിൽ വലിയതായി ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളുമായി ബന്ധപ്പെടാറുണ്ട്. പരിഹാരങ്ങൾ ചോദിച്ച് പ്രയാസങ്ങളുള്ളവര് തങ്ങളെ ഒന്ന് നേരിട്ടൊന്ന് കാണാനായിരുന്നു, എവിടേക്കാണ് വരേണ്ടത്, ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര്, അല്ലാഹു അവരെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി കൺസൾട്ടിംഗ് ഉള്ളത്, വീട്ടിൽ നോട്ടമുള്ളത് ശനിയാഴ്ചയാണ്, നാളെയാണ് ഇനി നോട്ടമുള്ളത്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച, 7-ാം തീയതി തിങ്കളാഴ്ച, അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ശനിയും തിങ്കളുമാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, നീ രക്ഷ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, നീ തളർത്തല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളെ മനാമിൽ കണ്ടപ്പോൾ 100 പ്രാവശ്യം ഹബീബായ തങ്ങളെ മനാമിൽ കണ്ട മഹാനായ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഹബീബായ തങ്ങൾ പകർന്നു കൊടുത്ത അത്ഭുത സ്വലാത്ത് വെറും ഒരു 3 വരിയുള്ളൂ, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം. അത് കണ്ടുകൊണ്ട് എന്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലുക, അത് നോക്കി ചൊല്ലി ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കാം. അല്ലാഹുവിനെ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, അതുകൊണ്ട് അമലെടുക്കാൻ അല്ലാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഈ സ്വലാത്തിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് സകലമായ മുറാദുകളുണ്ട് അല്ലാ, നീ ഹസനാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ, മനസ്സമാധാനം നീ നൽകണേ അല്ലാ. അല്ലാഹു ജീവിതത്തിൽ എവിടെയും നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഇടങ്ങേറുകൾ നൽകല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ ചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ മലഅത് ഖൽബഹു മിൻ ജലാലിക വഅയ്നഹു മിൻ ജമാലിക ഫഅസ്ബഅ ഫരിഹൻ മസ്റൂറാ മുഅബ്ബദൻ മൻസൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒന്നും കൂടി നോക്കിക്കോ, ഒന്നും കൂടി ഏറ്റുചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ മലഅത് ഖൽബഹു മിൻ ജലാലിക വഅയ്നഹു മിൻ ജമാലിക ഫഅസ്ബഹ ഫരിഹൻ മസ്റൂറാ മുഅബ്ബദൻ മൻസൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ ഒരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിനെ ചൊല്ലാം. എഴുതിയെടുക്കുക, അറിയാത്തവർ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ ചൊല്ല ഒരു 11 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദറത്തിലേക്ക് തവക്കൽ ചെയ്യാം. തവക്കൽ ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നിന്റെ ഉദ്ദേശങ്ങളും മുറാദുകള് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു നോക്ക്. അല്ലാഹു നിന്റെ ദുആനെ സ്വീകരിക്കും, മുറാദുകളെ ഹസനാക്കി തരും. എന്ത് മുറാദാണെങ്കിലും കടങ്ങളിൽ പ്രയാസപ്പെടുന്നവരും നമ്മുടെ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്. വലിയ ഇടങ്ങേറിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസപ്പെടുന്നവരും നമ്മളെ മജ്‌ലിസ് കാണുന്നവരുണ്ട്. അല്ലാഹുവിനെ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ സ്വലാത്തിനെ ചൊല്ലിക്കോ, ഈ സ്വലാത്തിനെ ചൊല്ലിക്കൊണ്ട് നിന്റെ ഉദ്ദേശങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന മുഅ്മിനീങ്ങളെ. എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന്റെ ഒരു പവർ നിങ്ങൾക്ക് അറിയോ? എങ്ങനെ നമുക്ക് ചൊല്ലാം, എങ്ങനെ ചൊല്ലാം.
ഒരാളെ കാണണം, ഉദ്ദേശം, നമ്മളെ മനസ്സിൽ ഉദ്ദേശം എന്താ, അവൻ കാണണം എന്ന് ചൊല്ലി ഒരു സ്വലാത്ത് ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ ആ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കൂലേ? നഫീസ കാണണം, അല്ലെ ഖദീജ കാണണം, ഞാൻ വലിയ സ്വലാത്തുകാരിയാണ്, ചൊല്ലിയാൽ അല്ലാഹു സ്വീകരിക്കും സ്വലാത്ത്. ദിക്ർ അങ്ങനെയല്ല, ദിക്ർ ആത്മാർത്ഥതയോടുകൂടി. ഇതും ആത്മാർത്ഥത വേണ്ടെന്നല്ല പറയുന്നത്, അങ്ങനെയും നമ്മൾ അശ്രദ്ധയോടുകൂടി ചൊല്ലിയാലും സ്വലാത്തിന് അല്ലാഹു സ്വീകരിക്കും. അതാണ് സ്വലാത്തിന്റെ ഒരു പവർ. എവിടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും എൻ്റെ മലായികത്തീങ്ങളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യണേ, ഞാൻ എൻ്റെ മലായികത്തീങ്ങളും നോമ്പ് നോൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും നോമ്പ് നോൽക്കണേ എന്ന് അല്ലാഹു എവിടെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഞാനും എൻ്റെ മലായികത്തീങ്ങളും ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അടിവരയിട്ട് പറയുന്നു. സൂറത്തിലൂടെ, സൂറത്തുൽ അഹ്സാബിലൂടെ. ഇല്ലേ എന്ന് മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണേ. സ്വലാത്തിനെ എതിർക്കുന്നവരുണ്ട്, സ്വലാത്തിനെ എതിർക്കുന്ന ധാരാളം കൂട്ടക്കാരുണ്ട്, അവരിലേക്കൊന്നും ശ്രദ്ധ തിരിക്കണ്ട. അല്ലാഹുവിന്റെ മലായികത്തീങ്ങളും ചൊല്ലണ കാര്യമാണ്, അതുകൊണ്ട് നമ്മളും പായാക്കണോ, സ്വലാത്ത് ചൊല്ലിക്കോ. ഏത് സ്വലാത്ത്? മഹാനായ എല്ലാ സ്വലാത്തും ചൊല്ലണം. ഈ സ്വലാത്ത് പ്രത്യേകമായിട്ട് മുറാദ് ഹാസിലാവാൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല എത്ര പ്രാവശ്യമാണ് കണ്ടത്? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 100 പ്രാവശ്യം കണ്ടത്. 100ാമത്തെ പ്രാവശ്യം ഒരു ചോദ്യം ചോദിക്കണല്ലോ, മുത്തുനബിയോട് ഒരു കാര്യം ചോദിക്കണം. ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലുന്നതാണ്, ഇബ്രാഹിമിയ സ്വലാത്ത്, ധാരാളം സ്വലാത്ത് ഞാൻ ചൊല്ലുന്നത്. ഇബ്രാഹിമിയ സ്വലാത്ത് എടുത്തു പറഞ്ഞിട്ടില്ല. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നതായിരിക്കാം, മറ്റുള്ള സ്വലാത്തൊക്കെ ചൊല്ലുന്നതായിരിക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് ചോദിച്ചത്, അയ്യു സ്വലാത്തി അഫ്ളലു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മേലുള്ള സ്വലാത്ത് ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാണ്? അങ്ങയുടെ മേലുള്ള സ്വലാത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാണ്? അപ്പൊ മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്ത സ്വലാത്താണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് ഒരു 11 പ്രാവശ്യം തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ഒരു 11 പ്രാവശ്യം ചൊല്ലി നിങ്ങളെ മുറാദ് എന്താണോ പടച്ച റബ്ബിനോട് ചോദിക്ക്. ഇരു കരങ്ങൾ ഉയർത്തി ചോദിക്കുക, അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്, നീ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര്, എല്ലാ മജ്ലിസിലും 5:30 5:30 മജ്ലിസ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത മജ്ലിസ് പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും അല്ലാഹ് നീ പ്രയാസം നൽകല്ലേ അല്ലാഹ്, നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്, നീ ഇടങ്ങേറുകൾ നൽകല്ലേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.